ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, റാഫയിൽ ഹമാസിന്റെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ അമ്പരന്നിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ഒറ്റ ആക്രമണത്തിൽ 8 സൈനികർ കൊല്ലപ്പെട്ടു ഇസ്രായേലിലെ. കൂടുതൽ വലിയ ആക്രമണങ്ങൾ ഇസ്രായേൽ സേനയെ കാത്തിരിക്കുന്നതായി ഹമാസിന്റെ മുന്നറിയിപ്പുമുണ്ട്. ദക്ഷിണ ലെബനാനിൽ നിന്നുള്ള ഹിസ്ബുള്ള ആക്രമണത്തെ നേരിടാൻ പ്രത്യാക്രമണവുമായി ഇസ്രായേലുമുണ്ട് ലൈവിൽ. ചെങ്കടലിൽ ആക്രമണത്തെ തുടർന്ന് ചരക്കു കപ്പൽ കടലിൽ മുങ്ങിത്തുടങ്ങി എന്ന് ഹൂതികളും പറയുന്നു. റാഫയിലേക്കുള്ള കടന്നുകയറ്റത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയ തിരിച്ചടി ഇസ്രായേൽ സേനയ്ക്ക് ലഭിക്കുന്നത്. ദക്ഷിണ റാഫ സിറ്റിയിൽ ഏതാണ്ട് തല്ല സുൽത്താൻ ഈ ജില്ലയിലാണ് ഇസ്രായേൽ സൈനിക വാഹനങ്ങൾക്കു നേരെ ബോംബാക്രമണം നടത്തി 8 പേരെ ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് വധിച്ചത്. തികച്ചും അപ്രതീക്ഷിതവും പതിയിരുന്നിട്ടുള്ളതുമായ ഗറില്ല ആക്രമണമാണ് നടന്നത് എന്ന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗ്രനേഡ് ഘടിപ്പിച്ച റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. സൈനികരുടെ രക്ഷയ്ക്കെത്തിയ വാഹനത്തിന് നേരെയും ആക്രമണമുണ്ടായി. ഏറെ പണിപ്പെട്ടാണ് സൈനികരുടെ മൃതദേഹങ്ങൾ അവിടെ നിന്ന് മാറ്റാനായതെന്നും ഇസ്രായേൽ സ്ഥിരീകരിച്ചു. സമാന രീതിയിലുള്ള കൂടുതൽ ശക്തമായ ആക്രമണം ഇനിയും പ്രതീക്ഷിക്കാമെന്ന് അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറഞ്ഞു. 8 സൈനികരുടെ മരണം ഇസ്രായേലിനെ ശരിക്കും നടുക്കി. ഗാസ യുദ്ധത്തിന് വലിയ വിലയാണ് രാജ്യം നൽകി വരുന്നത് എന്ന് നെതന്യാഹു പ്രതികരിച്ചു. ബന്ദികൾക്ക് പുറമെ സൈനികരെയും കൊലയ്ക്ക് കൊടുക്കുന്നത് അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട ആയിരങ്ങൾ ഇന്നലെയും തെരുവിലിറങ്ങി. ഹിസ്ബുള്ള ആക്രമണത്തെ തുടർന്ന് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായ വടക്കൻ ഇസ്രായേലിലെ ജനങ്ങളും ഇന്നലെ പ്രതിഷേധവുമായി രംഗത്തു വന്നു. മാസങ്ങളായി സർക്കാർ തങ്ങളെ അവഗണിക്കുകയാണെന്നും ആക്രമണം കൊണ്ട് തങ്ങൾ പൊറുതിമുട്ടിയെന്നും വ്യക്തമാക്കിയിട്ടായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധം. ഹിസ്ബുള്ള കേന്ദ്രത്തിൽ രാത്രി വ്യാപകമായ പ്രത്യാക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഗാസയിൽ ഇസ്രായേലിന്റെ നായാട്ട് തുടരുകയാണ് എന്ന് പറയുന്ന ഹമാസ് ചെയ്തത് നരനായാട്ടാണോ അല്ലേ എന്നാണ് ഇസ്രായേൽ ചോദിക്കുന്നത്. മധ്യ ഗാസയിലെ ദേർ അൽ ബലാഹിൽ ഒരു വീടിന് മുന്നിൽ ഇസ്രായേൽ യുദ്ധവിമാനം ബോംബിട്ട് നിരവധി പേരെ കൊലപ്പെടുത്തി. വടക്കൻ ഗാസയിലെ ഇന്തോനേഷ്യൻ ആശുപത്രി സൈന്യം തന്നെ കത്തിച്ചു. ഗാസയിലേത് ബാല്യം നഷ്ടപ്പെട്ട തലമുറയായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് UNRWAയുടെ മുന്നറിയിപ്പ്. ഏതൻ കടലിടുക്കിൽ തങ്ങളുടെ ആക്രമണത്തെ തുടർന്ന് ഒരു ചരക്ക് കപ്പൽ മുങ്ങി തുടങ്ങി എന്നാണ് ഹൂതികൾ പറയുന്നത്. ഹമാസും ഹൂതികളും ഹിസ്ബുള്ളയും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ ഇസ്രായേൽ ഒരു തവണ തിരിച്ചടിച്ചാൽ മതിയാകും. ഇവരെല്ലാവരും ചിന്നിച്ചിതറി ഓടുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആലോചിക്കണം. ഒരു ഭാഗത്ത് യുദ്ധം അവസാനിപ്പിക്കണം എന്നതിനു വേണ്ടിയുള്ള സമവായ ചർച്ചകൾ ഇങ്ങനെ തുടർന്നു പോകുമ്പോൾ മറുഭാഗത്ത് കടുത്ത ആക്രമണം അഴിച്ചുവിടുകയാണ് ഹമാസ്. ഇപ്പോ ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് ഒളിപ്പോർ യുദ്ധങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം നേർക്കുനേരെ ഇസ്രായേലിനോട് പിടിച്ചു നിൽക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഇതിനോടകം തന്നെ ഏതാണ്ട് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒളിച്ചിരുന്നിട്ടുള്ള യുദ്ധം മാത്രമേ ഇവർക്ക് സാധിക്കൂ. ഇവരെ നമ്മുടെ കേരളത്തിലെ ഹമാസ് വിഭാഗം വിളിക്കുന്നത് പോരാളികൾ എന്നാണ്. ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്യുന്നത് ഭീരുക്കളല്ലേ? പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചു നോക്കിക്കേ, അവര് കയറിപ്പോകുകയാണ് ഇവരുടെ തുരങ്കങ്ങളിലേക്ക്, ടണലുകളിലേക്ക് കടന്നു പോകുകയാണ്. ഒരു ഭയവുമില്ല. കാരണം എന്താ? നേരെ വരുന്ന എതിരാളിയെ തീർച്ചയായിട്ടും എതിരിടാൻ സാധിക്കുമെന്ന ഉത്തമ ബോധ്യം ഇസ്രായേലിനുള്ളത് കൊണ്ട് ഇപ്പോ ഹൂതികളും കൃത്യമായ രൂപത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ ചരക്ക് കപ്പൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നു. അതിന് പിന്നിലും ഇസ്രായേൽ തന്നെയാണ്. കാരണം ഇസ്രായേലിലെ ഒരുപാട് സൈനികരുടെ ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൈനികന്റെ ജീവൻ എന്ന് പറയുന്നത് പലസ്തീനിലെ 1000 ആളിന് തുല്യമാണ് എന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ തെളിയിച്ചിട്ടുള്ളതാണ്. 8 സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ട ഈ ഒരു കൃത്യത്തെ ഒരിക്കലും നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നൊരു ക്ഷമയുണ്ടാകില്ല. ബന്ദികളുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാജ്യത്തിന്റെ സുരക്ഷ ഒരു പ്രശ്നമല്ല. ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ യുദ്ധം അവർക്ക് പ്രശ്നമല്ല. അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നം കുടുങ്ങിക്കിടക്കുന്ന അവരുടെ ബന്ധുക്കൾ തന്നെയാണ്. സ്വാഭാവികമാണ്. പക്ഷേ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ബന്ദികളുടെ ജീവൻ വളരെ പ്രാമുഖ്യമുള്ളതാണ്.
പ്രസക്തമായതാണ്. അതിനേക്കാൾ പ്രസക്തമായതാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ സുരക്ഷയും ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ നാശവും. പലസ്തീനികൾ മുഴുവനും റാഫയിലേക്ക് ചേക്കേറിയപ്പോൾ തന്നെ ഇസ്രായേൽ ഇവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായിരുന്നു. ഇസ്രായേൽ കാണിച്ചു കൊടുത്ത ടെന്റുകളിൽ പോയി കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നവരാണ്. മറ്റവരാകട്ടെ അവിടെ തന്നെ നിന്നാൽ ഹമാസുമായി യോജിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും എന്ന് കരുതണമെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ റാഫ അതിർത്തിയോട് ചേർന്നിട്ടുള്ള തെക്കൻ ഗാസയില് ഒക്ടോബർ മുതൽ തുടരുന്ന ഈ യുദ്ധങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെയുണ്ടായ ഏറ്റവും വലിയ ആക്രമണമായിട്ട് തന്നെയാണ് 8 സൈനികരുടെ ജീവൻ അപഹരിച്ച ഈ ആക്രമണത്തെ ഇസ്രായേൽ സൈന്യം കാണുന്നത് എന്ന് ശനിയാഴ്ച ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ ഹമാസിനെതിരായ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം 307 ആയിട്ടുണ്ട്. അതിൽ എത്ര ജീവനാണ് പലസ്തീനികളുടേത് അപഹരിക്കപ്പെടുക എന്നത് കണ്ടറിയണമെന്നാണ് ഇസ്രായേൽ നൽകുന്ന സൂചന. ഈ ഹമാസ് എന്ന ഭീകര സംഘടനയായ രാജ്യദ്രോഹികൾ സ്വന്തം രാജ്യത്തിന് തന്നെ, സ്വന്തം ആളുകൾക്ക് തന്നെ തലവേദനയായി മാറിയിരിക്കുന്ന ഇവർ ഈ രാജ്യത്തോട് ചെയ്യുന്ന ഭീകരമായ കാര്യങ്ങൾ UN തന്നെ വെളിപ്പെടുത്തുന്നു. ഇസ്രായേലിനെ പോയി ചൊറിഞ്ഞ് ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ ഗാസയ്ക്കുണ്ടായ നാശനഷ്ടങ്ങൾ ഒരുപാടാണ്. ഗാസയിലെ 50,000 കുട്ടികൾക്ക് പോഷകാഹാരത്തിന്റെ കുറവുണ്ട്. അടിയന്തിരമായി അവർക്ക് ചികിത്സ വേണമെന്നാണ് പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള UN ഏജൻസി വ്യക്തമാക്കുന്നത്. ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ഇസ്രായേൽ നടപടികൾ കാരണം ഗാസയിലേക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നും ഏജൻസി അറിയിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വിനാശകരമായ സാഹചര്യമാണ് പ്രദേശത്ത് നിലനിൽക്കുന്നതെന്നും UN ഏജൻസി കൂട്ടിച്ചേർത്തു. ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിൽ മാത്രമല്ല അത് വിതരണം ചെയ്യുന്നതിലും പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന് യൂണിസെഫ് വക്താവ് ജെയിംസ് എൽഡർ പറഞ്ഞു. മറ്റുള്ള യുദ്ധങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടത് ഗാസയിലെ യുദ്ധത്തിലാണെന്നും യൂണിസെഫ് വക്താവ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം 10,000 കുട്ടികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കളുമായി പോയ ട്രക്കിന് അനുമതി ലഭിച്ചിട്ടില്ലെന്നും യൂണിസെഫ് അറിയിച്ചു. ഗാസ സിറ്റിയിൽ ഇസ്രായേൽ 3 വീടുകൾക്ക് നേരെ നടത്തിയ ബോംബാക്രമണത്തിൽ 28 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. ഇസ്രായേൽ ആക്രമണത്തിൽ 2 ബന്ധികളും കൊല്ലപ്പെട്ടതായി അൽ-ഖസാം ബ്രിഗേഡ് അറിയിച്ചിട്ടുണ്ട്. റാഫയിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് 9 പലസ്തീനികളുടെ മൃതദേഹം കണ്ടെടുത്തതായി ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു. 2 പലസ്തീനികൾ കൊല്ലപ്പെടുമ്പോൾ അവര് വിചാരിക്കും ഞങ്ങൾ 200 പേരെ ഇസ്രായേലിൽപ്പെട്ട ആളുകളെ കൊല്ലുമെന്ന് പറഞ്ഞവര് 2000 പേര് ചെന്ന് കയറി കൊടുക്കും. ഈ 2000 പേരെയും കൊന്നടുക്കി വെക്കും ഇസ്രായേൽ. തെക്കൻ ഗസ മുനമ്പിലെ റാഫ നഗരത്തിന് പടിഞ്ഞാറ് ഇപ്പോ സുൽത്താനിൽ ഈ ഹമാസ് സംഘം നടത്തിയ ഒളിപ്പോർ യുദ്ധത്തിലാണ് ഇത്രയും സൈനികർ 8ഓളം സൈനികരുടെ ജീവൻ അപഹരിക്കപ്പെട്ടതെങ്കിൽ ഈ സൈനികരുടെ മൃതദേഹം അടക്കം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഹമാസിനെ കയറി അങ്ങോട്ടടിച്ച ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന രാജ്യമല്ല. സൈനികരുടെ ജീവൻ അപഹരിക്കപ്പെട്ടതിൽ അങ്ങേയറ്റം ദുഃഖമുണ്ടെങ്കിലും ശരി, അവർ ഈ ഹമാസ് ഭീകരരെ തുരത്തിയിട്ടല്ലാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന ആശയത്തിൽ, എന്ന നിലപാടിൽ, എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സമവായ ചർച്ചകൾക്ക് ഇനി നിൽക്കേണ്ടതില്ല എന്ന സൂചനയാണ് ഇസ്രായേൽ നൽകുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനും വെടിനിർത്താനുമുള്ള ചർച്ചകൾ നിങ്ങൾ തുടങ്ങി വെച്ചാൽ ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്നും സഹകരണം ഉണ്ടാകില്ല എന്ന് 8 സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ വക്താക്കൾ സൂചനകൾ നൽകുകയാണ്. നന്ദി.